എടാ മോനെ, ഒരു രക്ഷയുമല്ല. ഇനി നാഷണൽ അല്ല ഇന്റർനാഷണൽ കളികളുമായി അല്ലു അർജുനും ഫഹദ് ഫാസിലും അടിച്ചു കയറും. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പുഷ്പ 2 ട്രെയിലർ റിലീസ് ചെയ്ത് സിനിമാ ലോകത്തെ ശരിക്കും ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. ഒരു രക്ഷയുമില്ല, അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സിനിമ. പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രെയിലർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 38 മില്യൺ വ്യൂസ് ആണ് ട്രെയിലറിന് ലഭിച്ചത്. ഇതോടെ പുഷ്പ 2ന്റെ ട്രെയിലർ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട തെലുങ്ക് സിനിമ ട്രെയിലറായി മാറിക്കഴിഞ്ഞു. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വമ്പൻ വിജയം കണ്ട പ്രേക്ഷകർക്ക് ഇനി ആകാംക്ഷയുടെ ഗംഭീര ദൃശ്യവിരുന്ന് തന്നെയാണ് ഈ ട്രെയിലറും സമ്മാനിച്ചിരിക്കുന്നത്. അല്ലു മാത്രമല്ല, ട്രെയിലറിൽ ഫഹദ് ഫാസിലിന്റെ മിന്നും പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ അഭിനയ പ്രകടനത്തെ പുകഴ്ത്തി സിനിമാ പ്രേമികൾ രംഗത്തെത്തുന്നതും നമുക്കിപ്പോൾ കാണുന്നുണ്ട്. പുഷ്പയുടെ ആദ്യ ഭാഗം നമ്മൾ കണ്ടപ്പോൾ തന്നെ ആക്ഷൻ സീനുകളും പാട്ടും കഥയും എല്ലാം പക്കാ കൃത്യമായിരുന്നു. അതായത് പുഷ്പ 2 കൂടുതൽ ആളുകൾ കാത്തിരുന്ന് കാണാൻ തോന്നിപ്പിക്കുന്ന തരത്തിലെ അവസാന ഭാഗം അതായിരുന്നു ആ ചിത്രം. ആ തന്ത്രം എന്തായാലും വിജയിച്ചു എന്ന് വേണം പറയാൻ. പക്കാ മാസ് ആക്ഷൻ ത്രില്ലറായാണ് പുഷ്പ 2 ഒരുക്കിയിരിക്കുന്നത്. ഇത് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. കൂടാതെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം ചേർത്ത് ഒരു നല്ല ദൃശ്യവിരുന്ന് മസാല ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി വലുപ്പത്തിൽ പുഷ്പ 2 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അല്ലു അർജുന്റെ ടൈറ്റിൽ കഥാപാത്രവും ഫഹദ് ഫാസിലിന്റെ ഇൻസ്പെക്ടർ കഥാപാത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളും പ്രേക്ഷകർ ശ്രദ്ധ നേടിയിരുന്നു. രശ്മിക മന്ദാന അവതരിപ്പിക്കുന്ന ശ്രീവല്ലിയും ചിത്രത്തിൽ പ്രാധാന്യത്തോടെ എത്തുന്നുണ്ട്. എന്നാൽ ഡാൻസ് കളറാക്കാൻ സമാന്തയ്ക്ക് പകരം എത്തുന്നത് ശ്രീലീലയാണ്. പൈസയുടെ മുകളിലിരിക്കുന്ന അല്ലുവിനെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ പൈസ എറിഞ്ഞ് എന്തും ചെയ്യാം, എന്തും നേടുന്ന പുഷ്പയാണ് ഇതെന്ന് തോന്നിപ്പിക്കുകയാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ പുഷ്പയ്ക്ക് ചന്ദനക്കടത്തിന് പുറമെ പൈസക്കടത്തും, അതായത് കള്ളക്കടത്തും ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അതായത് പുഷ്പ ആ നാട്ടിലെ തന്നെ പ്രമാണിയായ രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് എന്ന് മാത്രമല്ല, ചിത്രം അല്ലുവിന് ദേശീയ അവാർഡും നേടിക്കൊടുത്തിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തെലുങ്ക് നടൻ ഈ പുരസ്കാരം നേടുന്നതും. അത് പുഷ്പയിലെ അഭിനയത്തിനായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കൂടുതൽ പ്രത്യേകതയും കിട്ടി. ഇതിൽ ഇനി നാം എടുത്തു പറയേണ്ട കാര്യം ഫഹദ് ഫാസിൽ എന്ന നടന്റെ അഭിനയം തന്നെയാണ്. ചിത്രത്തിൽ മത്സരിച്ചാണ് ഫഹദും അല്ലുവും അഭിനയിക്കുന്നത്. ആരാണ് ഓരോ സീനിലും തീ പാറിക്കുന്നതെന്ന് ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത്. എന്തായാലും മലയാളി എന്ന നിലയിൽ ഫഹദിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ട്രെയിലറിൽ പുഷ്പയ്ക്കൊപ്പം ശ്രദ്ധ നേടുകയാണ് ഫഹദ് ഫാസിലിന്റെ ഇൻസ്പെക്ടർ കഥാപാത്രം. അതിശക്തനായ ഒരു വില്ലൻ തന്നെയാണ് ഫഹദിന്റെ കഥാപാത്രം. ആദ്യ ഭാഗത്തിൽ കണ്ടതുപോലെ പുഷ്പയെ വിറപ്പിക്കാൻ ഇൻസ്പെക്ടറിന് ആകുമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അല്ലുവിന് മുകളിലാണ് പുഷ്പ 2-വിൽ ട്രെയിലറിൽ ഫഹദിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം. നിറയെ ആക്ഷൻ രംഗങ്ങളും പഞ്ച് ഡയലോഗുകളും ഫഹദിന് ചിത്രത്തിലുണ്ട് എന്നത് തീർച്ചയാണ്. ഇത് ട്രെയിലർ സൂചിപ്പിക്കുന്നുമുണ്ട്. പാർട്ടിയില്ലേ പുഷ്പ, ഇത്തവണ പാർട്ടി ഉണ്ട് പുഷ്പ എന്ന് ഫഹദ് ആവർത്തിക്കുന്നത് ഇത് ശരിവെക്കുന്നതാണ്. നമുക്കറിയാം, മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ഫഹദ് ഫാസിൽ ഇന്ന് വിവിധ ഭാഷകളിലും തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതാണ് കണ്ടത്. നായക വേഷത്തിലും വില്ലൻ വേഷത്തിലുമെല്ലാം അരങ്ങുവാഴുന്ന ഫഹദ് ഫാസിൽ തന്റെ സാന്നിധ്യം മറ്റു ഭാഷാ സിനിമകളിലും അറിയിച്ചു കഴിഞ്ഞു. ഫഹദിനെ കുറിച്ച് എല്ലാവരും പറയുക അവൻ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന നടൻ എന്നാണ്. ആദ്യ ചിത്രം കയ്യെത്തും ദൂരത്ത് വലിയ പരാജയമായിരുന്നു. ഈ ചിത്രത്തിന് ശേഷം താരം നീണ്ട ഇടവേള എടുത്തു. പിന്നീട് ചെയ്ത സിനിമ കേരള കഫയാണ്. ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം. പിന്നീട് സൂപ്പർ ഹിറ്റുകളും. ഫഹദ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ ശക്തമാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നത് ഡബ്ബിംഗ് തന്നെയാണ്. തന്റെ സിനിമകളെല്ലാം അദ്ദേഹം തന്നെയാണ് ഡബ്ബ് ചെയ്യുന്നത്. പുഷ്പയുടെ എല്ലാ ഭാഷാ പതിപ്പുകളും ഡബ്ബ് ചെയ്യുന്നത് ഫഹദ് തന്നെയാണ്. ഏത് കഥാപാത്രവും ഫഹദിന്റെ കയ്യിൽ ഭദ്രമാണ്. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്റെ അഭിനയ പ്രകടനത്തിലൂടെ മാത്രം സംവദിക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് ഫഹദ്. സംശയമില്ലാതെ പറയാൻ പറ്റും, ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വിസ്മയിപ്പിച്ച നടന്മാരിൽ ഒരാൾ ഫഹദുമുണ്ട്. എന്തായാലും പുഷ്പ 2-വിനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇനി പ്രേക്ഷകർക്ക് ഇടയിലുള്ളത്. ഒന്നാം ഭാഗത്തേക്കാൾ എന്തൊക്കെ വലിയ ട്വിസ്റ്റുകളാണ് രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.